ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 മെൻസ് മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒരു 3 പേർക്കാണ്. ആ 3 പേരാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ കണ്ടസ്റ്റൻറ്റിൽ വരുന്നത് മെയിൻ ഇവൻറ്റ് ജെയ്യൂസ് ആണ്. ജെയ്യൂസോ ഇന്ന് നടന്ന റോള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത ഗോൾ എന്ന് പറയുന്നത് മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഇവൻറ്റ് ജെയ്യൂസയ്ക്ക് ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. കാരണം കിങ് ഓഫ് ദ റിങ്ങിലും ഫൈനലിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം വിൻ ചെയ്യാൻ ഏറ്റവും ചാൻസ് ഉള്ളത് മെയിൻ ഇവൻറ്റ് ജെയ്യൂസയ്ക്കാണ്. കാരണം അദ്ദേഹത്തിന് നമ്മൾ ഓൾറെഡി കോഡി റോഡ്സായിട്ടും സ്റ്റോറി ഉണ്ട്, പിന്നെ ഡാമിയൻ പ്രിസ്റ്റായിട്ടും സ്റ്റോറി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രൗൺ ജുവലിൽ അവർ തമ്മിലൊരു മാച്ച് നടന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 100% ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഒരു 99% മെയിൻ ഇവൻറ്റ് ജെയ്യൂസ് തന്നെയാണ് ജയിക്കാൻ ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അതുമാത്രമല്ല, പുറത്തും കൂടുതലും ഫാൻസിൻ്റെയും അഭിപ്രായം തന്നെയാണ്. അപ്പോൾ അതായിരിക്കും കൂടുതൽ ചാൻസ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ലോഗൻ പോളാണ്. ലോഗൻ പോൾ ഇപ്പോൾ നമ്മുടെ കോഡി റോഡ്സായിട്ടൊരു മാച്ച് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മണി ഇൻ ദ ബാങ്കിൽ നല്ല അടിപൊളി പെർഫോമൻസ് ആണെന്ന് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം അദ്ദേഹത്തിനാണ് ഒരു ജെയ്യൂസ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചാൻസ് കൂടുതൽ ലോഗൻ പോളിനാണ്. ലോഗൻ പോളിന് WWE ചാമ്പ്യൻഷിപ്സും പിന്നെ ഈ ടൈറ്റിൽസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആൾ പുറത്ത് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ പ്രൊഡക്റ്റ് കാണും. അപ്പോൾ കൂടുതൽ കണ്ണുകൾ നമ്മുടെ ഷോയ്ക്ക് വരാണെങ്കിൽ അത് ലാഭമല്ലേ എന്ന് വെച്ചിട്ടാണ് അവർ കൂടുതലും ലോഗൻ പോളിനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. ഒരു 50% ചാൻസ് ഉള്ളൂ. ജെയ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 50% ചാൻസ് ഉള്ളൂ ലോഗൻ പോളിന്. ഇനി വരുന്നത് ഫിൻ ബാലറാണ്. ഫിൻ ബാലർ സ്റ്റോറി ആയിട്ട് നോക്കുമ്പോൾ 100% ചാൻസ് ഉള്ളൊരു സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷേ നിലവിലെ WWE സാഹചര്യം അനുസരിച്ച് ഫിൻ ബാലർ വിൻ ചെയ്യാൻ ചാൻസും കുറവാണ്. പക്ഷേ സ്റ്റോറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫിൻ ബാലർ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഡാമിയൻ പ്രിസ്റ്റ് ഫിൻ ബാലറിൻ്റെ വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പിന് കോസ് ചെയ്ത പോലെ തിരിച്ച് ഇൻ്റർഫിയർ ചെയ്യാനും, അതുപോലെ ചിലപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഡാമിയനെതിരെ തിരിയാനും പിന്നെ ഫിൻ ബാലർ വിൻ ചെയ്യാനും ചാൻസ് ഉണ്ട് ചാമ്പ്യൻഷിപ്പ്. സോ ഇത് 3 പേരാണ് എൻ്റെ ഒരു കണ്ണിലുള്ളത് ജയിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ കൂടുതലും ആരാധകരുടെ ഫേവറേറ്റും ഈ 3 പേര് തന്നെയാണ്. പിന്നെ അതിൽ ഒരാൾ കൂടി പിന്നെ ഒരു പറയുകയാണെങ്കിൽ ഒരു ബോണസായിട്ട് ഒരാൾ വേണമെങ്കിൽ അത് LA Knight ആയിരിക്കും. LA Knight പക്ഷേ ഇനി കൂടുതലും ലോഗൻ പോളിൽ നിന്ന് ആ ചാമ്പ്യൻഷിപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ളൊരു പിന്നിലായിരിക്കും LA Knight കൂടുതലും. അതുകൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ബാക്കി 3 പേരാണ് ഇപ്പോൾ ചാൻസ് ഉള്ളത് സ്റ്റോറി അനുസരിച്ച്. അത് നമുക്ക് എന്തായാലും ഇനി വരുന്ന എപ്പിസോഡ്സ് വഴി അറിയാൻ പറ്റും ആരായിരിക്കും ഇതിലേക്ക് ക്വാളിഫൈ ചെയ്യാന്നൊക്കെ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.